ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റവ വെച്ചിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ്. അകമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ കുക്കായി കിട്ടുന്നതും ഭാഗമാണെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ടും കിട്ടുന്നതാണ്. നമുക്ക് നമ്മുടെ ഉഴുന്നുവടയൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ റവ വടയ്ക്കും കിട്ടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് അളവിൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പകുതി അളവിൽ സവോളയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്പം ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് കൂടിയാണ്. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴണ്ടൊന്നും പോവണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വെച്ചാൽ മതി. കാരണം നമ്മളിത് ഓൾറെഡി ഇനി വട കുക്ക് ചെയ്യുന്ന സമയത്ത് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് കുക്കൊന്നും ആവേണ്ട, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് കളർ മാറുന്ന രീതിയിൽ മാത്രം മതി. അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം കണ്ടില്ലേ, നമ്മുടെ സവോളയും ഇഞ്ചിയും ഒക്കെ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് അളവിൽ റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് ഈ വെള്ളം ഇനി ഒന്ന് തിളച്ച് വരണം. ആ സമയം വേണം നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ റവയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കിയാൽ ഏകദേശം നമുക്ക് റവയ്ക്ക് വേണ്ട ഉപ്പിൻ്റെ അളവ് അറിയാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതലായിട്ട് വടയ്ക്ക് വേണമെങ്കിൽ മുളകിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക. ഇതിപ്പോൾ കുട്ടികൾ കൂടെ ഉള്ളതായതുകൊണ്ട് നമ്മൾ കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റവ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്കാക്കി ഈ റവയൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ റവ വടയ്ക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഈ വടയ്ക്ക് ചേർക്കാം. പക്ഷെ നമ്മൾ ഉഴുന്നുവടയൊക്കെ കഴിക്കുന്ന സമയം അങ്ങനെ തേങ്ങയുടെ ഒരു ടെക്സ്ചറൊന്നും അതിലില്ലല്ലോ. അപ്പം നമുക്ക് ആ രീതിക്ക് തന്നെ ഇതും തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇത് കണ്ടോ, ഇതുപോലൊക്കെ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് സാധാ നമ്മൾ വടയൊക്കെ പരത്തിയെടുക്കില്ലേ, അതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഇത് കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരല്പം വെള്ളം കയ്യിലൊന്ന് നനച്ചിട്ട് നമുക്ക് അത് വടയുടെ ഷേപ്പ് പോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് പിന്നെ ഒന്ന് പരത്തിയതിന് ശേഷം നടുവിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് പൊട്ടിപ്പോകുന്നതായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് കയ്യിൽ നനച്ചിട്ട് ഇത് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ മാവ് മുഴുവനും ഒന്ന് വടയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാം മാവും കൂടെ വടയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുത്ത് വെച്ചാൽ മതി. ഓൾറെഡി നമുക്ക് കുക്കായതാണ്. അപ്പം നമുക്ക് ഇത് എണ്ണ ചൂടായിട്ട് വരുന്ന സമയം നമുക്ക് വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഓൾറെഡി ഈ റവ നന്നായിട്ട് കുക്കായതാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ പുറം ഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇതുപോലെ നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വട പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പം നമുക്ക് ആകെ കൂടെ ആ റവയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കുന്ന സമയം മാത്രമേ ഈ വടയാക്കാനായിട്ട് വേണ്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ വൈകുന്നേര സമയങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ചൂടോടുകൂടിയൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് നമുക്ക് മൂത്ത് കെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പം നമുക്ക് ബാക്കി വട കൂടെ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആയി വരുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക കൂടെ ചെയ്യണം.
അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ എല്ലാ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് അകമൊക്കെ നന്നായിട്ട് ഓൾറെഡി കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ റവ ഇതിനായിട്ട് മാവായിട്ട് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അകമൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറംഭാഗമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഉഴുന്നുവടയുടെയൊക്കെ ഉഴുന്നുവട എനിക്ക് തോന്നുന്നു ഉഴുന്നുവടയേക്കാളും ഇത്തിരി കൂടി ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ പുറംഭാഗമൊക്കെ കിട്ടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് വാങ്ങാതെ ഇതുപോലെ ഈസി സ്നാക്കൊക്കെ വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ഈസി സ്നാക്സുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.